ഈ വെള്ളമ്മയുടെ 4 സെന്റ് ഉന്നതിയിൽ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം, അങ്ങനെ മിക്ക വീടുകളിലും ബാത്റൂം സൗകര്യമില്ല. കക്കൂസ് എന്നുള്ളൊരു സാധനം ഇല്ല. വീട് പണിത് കഴിഞ്ഞാൽ അവർ കരാറുകാരെന്ത് ചെയ്യും, കക്കൂസ് ആ കൂടത്തിൽ പണിയില്ല. അങ്ങ് കാണണം, ഒരു മഞ്ഞ പായൽ പിടിച്ച് കിടക്കുന്നൊരു ഇതാണ്. ആ വെള്ളമാണ് ആഴ്ചയിൽ 2 ദിവസം അടിച്ച് കയറ്റിയിട്ട് ചുരുങ്ങിയ വീട്ടിൽ തന്നെ നിരവധി കുട്ടികളുണ്ട്, അവർക്ക് കക്കൂസില്ല. പകരം അവർ ഈ മലമൂത്ര വിസർജനം നടത്തുന്നത് ഈ സ്ഥലവുമില്ല, വീടിനാണെങ്കിൽ കറണ്ടും ഇല്ല, വെള്ളമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് കക്കൂസില്ല, എനിക്ക് കറണ്ടില്ല, എൻ്റെ വീട് തികച്ചും പൊളിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ വീട്ടിലാണ് എൻ്റെ പിള്ളേർ ഞാനിട്ട് താമസിക്കുന്നത്. മഴ 2 മഴ വരുമെന്ന് വെച്ചാൽ ആകെ തമർന്നനെ. മാനന്തവാടി മണ്ഡലത്തിൽ വികസനത്തിന്റെ പെരുമഴ തീർത്തു എന്നൊക്കെ പറഞ്ഞ് കുട്ടി ഘോഷിക്കുമ്പോഴാണ് ഞാനിപ്പോൾ ഉള്ളത് വെള്ളമുണ്ട പഞ്ചായത്തിലെ 4 സെന്റ് കോളനി ഉന്നതിയിലാണ്. നമ്മൾക്ക് ഈ കോളനിയിലെ അവസ്ഥ നമുക്ക് നേരിട്ട് നോക്കാം. ഇവിടെ ജനറലുണ്ട്, ST വിഭാഗക്കാരൊക്കെ ഒക്കെ തന്നെയുണ്ട്. ഇവരുടെ ഒരു വീടാണ്. ഈ വീട്ടിലൂടെ നമുക്ക് സാധാരണ കയറി ചെന്ന് നോക്കാവുന്നതാണ്. ഇവരുടെ ജീവിത സാഹചര്യം അങ്ങനെ നോക്കാം. ഒരു വീടെന്ന് പറയാൻ സാധിക്കില്ല. എത്ര കുടുംബങ്ങളാണ് ചേട്ടാ ഈ വീട്ടിൽ കഴിഞ്ഞ് ഉള്ളത്? ചേച്ചി, എത്ര പേരാണ് ഇവിടെ താമസിക്കുന്നത്? അച്ഛനും അമ്മയും 8 മക്കളും. 8 മക്കൾ. അച്ഛനും അമ്മയും 8 മക്കൾ കഴിയുന്ന ഒരു വീടാണ് ഇത്. നമുക്ക് വീടിന്റെ ഉൾഭാഗം ഒക്കെ നേരിട്ട് കാണാൻ സാധിക്കും. ഇത് അടുക്കളയാണ്. അതിദാരിദ്ര്യം ഇല്ല, അല്ലെങ്കിൽ അതിദാരിദ്ര്യം മുക്തമായി എന്നൊക്കെ LDF സർക്കാരും ഒക്കെ ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങൾ എപ്പോഴും ഉള്ളത്. സാധാരണക്കാരായ ആളുകളുണ്ട്, അവർക്ക് ഭവനമുണ്ടോ, ആ വീടുണ്ടോ, അല്ലെങ്കിൽ വെള്ളമുണ്ടോ, വഴിയുണ്ടോ എന്നത് കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. നിരവധി പേരാണ് ഇന്ന് ഭൂമിക്ക് വേണ്ടി ആശ്രയിച്ച് നിരവധി സ്ഥലങ്ങളിൽ ഇപ്പോഴും കയ്യേറി താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വികസനത്തിന്റെ പെരുമ്പറ മുഴക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് LDF കൊട്ടിഘോഷിക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ദുരിതപൂർണമായ ഒരു കാഴ്ച നമ്മൾക്ക് പ്രദേശവാസിയായ ചേച്ചി തന്നെ ചേരുന്നുണ്ട്. ചേച്ചി, എന്താണ് ഇവിടുത്തെ അവസ്ഥ, എങ്ങനെയാണ്? ഞങ്ങൾക്ക് കുടിവെള്ളം മെയിൻ പ്രശ്നം. ഞങ്ങൾക്ക് കുടിവെള്ളമാണ്, പിന്നെ വഴി. ഞങ്ങൾ 4 സെന്റ് കോളനി എന്നുള്ള റോഡാണ് ഈ മെയിനായിട്ടുള്ള റോഡ്. പക്ഷെ ആ റോഡ് കൊണ്ട് 4 സെന്റ് ഉന്നതിക്കാർക്ക് യാതൊരു ഉപകാരവും ഇല്ല. ഞങ്ങൾക്ക് ഒരാൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു പോകണമെന്നുണ്ടെങ്കിൽ ഇതാ നടവഴി 2 ആള് പിടിച്ചെടുത്തുകൊണ്ട് പോലും പറ്റാത്ത നടവഴിയാണ്. അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതുപോലെ കുടിവെള്ളം ജനുവരി മാസം വരുമ്പോഴത്തേക്ക് ഞങ്ങൾ വണ്ടി വെള്ളത്തിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. താഴെ വലിയൊരു കിണറുണ്ട്. ആ കിണർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ വെള്ളമാണോ കുടിക്കുന്നതെന്ന് ചിന്തിച്ചു പോവും. ആ കിണർ നിങ്ങൾ പോകുമ്പോൾ ഒന്ന് കാണണം. ഒരു മഞ്ഞ പായൽ പിടിച്ച് കിടക്കുന്നൊരു ഇതാണ്. ആ വെള്ളമാണ് ആഴ്ചയിൽ 2 ദിവസം അടിച്ച് കയറ്റിയിട്ട് ചുരുങ്ങിയ വീടുകൾക്ക് 1 or 2 ചെമ്പ് വെള്ളം അല്ല ബക്കറ്റോ വെള്ളം കിട്ടിയാലായി. അത് എല്ലാവർക്കും ഇല്ല. പൈപ്പ് കണക്ഷൻ ഉള്ള വീടുകളിൽ എല്ലാവർക്കൊന്നും ഇല്ല. കുറഞ്ഞ പൊക്കമുള്ള വീടുകൾക്കില്ല. താന്ന് കിടക്കുന്ന വീടുകൾക്ക് മാത്രം പൈപ്പിൽ നിന്ന് വെള്ളം പോകും. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ അവസ്ഥ. പിന്നെ കുടുംബങ്ങൾ കൂടുതലുണ്ട്. വീടുകളുടെ അവസ്ഥകളൊക്കെ ഇതാണ്. ഒത്തിരി കുട്ടികളുണ്ട്. ഒരു വീട്ടിൽ തന്നെ 8-9 കുട്ടികളാണുള്ളത്. അച്ഛനും അമ്മയും 8-9 കുട്ടികളാണുള്ളത്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അവസ്ഥ. ഞങ്ങൾക്ക് മെയിനായിട്ടും ഞങ്ങൾക്ക് കുടിവെള്ളം, പിന്നെ മിക്ക വീടുകളിലും ബാത്റൂം സൗകര്യമില്ല. കക്കൂസ് എന്നുള്ളൊരു സാധനം ഇല്ല. വീട് പണിത് കഴിഞ്ഞാൽ അവർ കരാറുകാരെന്ത് ചെയ്യും, കക്കൂസ് ആ കൂടത്തിൽ പണിയില്ല. അങ്ങനെയുള്ള വീടുകൾ നിങ്ങൾക്ക് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോയിക്കാൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വെള്ളമ്മയുടെ 4 സെന്റ് ഉന്നതിയിൽ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് അല്ലെങ്കിൽ ഏറ്റവും നമ്മൾക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തത് ഒരു കാര്യം, ഈ വീട്ടിൽ തന്നെ നിരവധി കുട്ടികളുണ്ട്, അവർക്ക് കക്കൂസില്ല. പകരം അവർ ഈ മലമൂത്ര വിസർജനം നടത്തുന്നത് ഈ വീട്ടുമുറ്റത്ത് തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. പക്ഷേ അവർക്ക് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഈ വീട്ടിൽ തന്നെ നിരവധി കുട്ടികളാണ്, അവർക്ക് അല്ലെങ്കിൽ കക്കൂസിൽ പോകാൻ കക്കൂസൊന്നുമില്ല, അതിനുള്ള സ്ഥലവുമില്ല, വീടിനാണെങ്കിൽ കറണ്ടും ഇല്ല, വെള്ളമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഈ കുട്ടികളൊക്കെ പലരും ഈ മുറ്റത്ത് തന്നെയാണ് ഈ മലമൂത്ര വിസർജനം അടക്കം നടത്തുന്നത്. നമുക്ക് കോളനിയിൽ തന്നെയുള്ള ഈ ഉന്നതിയിൽ തന്നെയുള്ള മറ്റൊരു വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഒരു വീട് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് മറച്ച ഒരു കട്ട വെച്ച ഒരു സംവിധാനം, വീടെന്ന് പറയാനില്ല. അതിൽ എത്ര പേരാണ് താമസിക്കുന്നത് ഈ വീട്ടിൽ? 3 മക്കളും ഞാനും കെട്ടിയവനും. 3 മക്കളും നിങ്ങൾ മൊത്തം 6 പേരല്ലേ? ആകെ ഉള്ളത് ഒറ്റ മുറി മാത്രം. നമുക്ക് നേരിട്ട് കാണിക്കുക വെളിച്ചക്കുറവ് ഉണ്ട്. അതുകൊണ്ട് വെളിച്ചക്കുറവിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കില്ല. കറണ്ട് ഇല്ല അല്ലേ ചേച്ചി? ഇവിടെ കറണ്ട് ഇല്ല, മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ല. നമുക്ക് ഈ ഒരു റൂമിലാണ് ഇവർ 5-6 പേർ. ഒന്ന് അടുത്തേക്ക് ഒന്ന് കാണിക്കോ, ഒന്ന്
ഈ ഒരു റൂമിലാണ് 6ഓളം പേർ ഒരുമിച്ച് താമസിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മറ്റൊരു റൂമിലേക്ക് മാറിക്കിടക്കാനോ അല്ലെങ്കിൽ വസ്ത്രം മാറാനോ പോലും പെൺകുട്ടികളടക്കം താമസിക്കുന്ന വീട്ടിൽ പോലും ഇങ്ങനെ സംവിധാനങ്ങളില്ല. കറണ്ട് ഇല്ല, വെള്ളമില്ല, ഒന്നുമില്ല. അങ്ങനെ നമ്മളിങ്ങനെ വികസനത്തിന്റെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലേക്ക് മാത്രം നോക്കി അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ ആദിവാസികളുടെ പ്രശ്നങ്ങളും മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഒരു കേരളത്തിലെ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ഉള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലും ഭയാനകമായ രീതിയിൽ ഇപ്പോഴും വനവാസ അല്ലെങ്കിൽ ഗോത്ര ജനത അടക്കം ഇവിടെ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ഥലമല്ല, വെള്ളമണ്ട പഞ്ചായത്ത് തന്നെ പല സ്ഥലങ്ങളുണ്ട്. വെള്ളമണ്ട പഞ്ചായത്തിൽ മാത്രമല്ല, ജില്ലയിലെ മണ്ഡലത്തിൽ തന്നെ നിരവധി സ്ഥലങ്ങളും ഇതുപോലെ തന്നെയുണ്ട്. ഞങ്ങൾ വീഡിയോ വരും ദിവസങ്ങളിൽ കാണിക്കുകയും ചെയ്യും. ഏതായാലും ഭയാനകം തന്നെയാണ്. അതിദരിദ്രമുക്ത ജില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിലൊരു 1% പോലും ഇവരുടെ പൊതുവികാരം മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ജീവിത സാഹചര്യം മനസ്സിലാക്കാതെയാണ് ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയതെന്നാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നത്.